ഡാഡി, ഇതാണ് കൊല ചെയ്യപ്പെട്ട അപർണയുടെ അച്ഛൻ. സാർ, എന്റെ മകള്. ഡാഡി, ഡാഡി ഇവരെ ഒന്ന് സഹായിക്കണം. ഞാൻ വേണ്ടത് ചെയ്യാം. വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാം സാർ. എന്നാ പോയിക്കോളൂ. ശരി സർ. ശരി. ശരി ചേച്ചി. പറയടാ, സത്യം പറയടാ. സ്വർണ്ണം പണവും എവിടെ വെച്ചിരിക്കുന്നെ? പറയടാ. പറയില്ലേ? പറയടാ. എവിടെ വെച്ചേക്കുന്നത്? അവൻ പറയില്ല. ഞാൻ വരാം. സാർ. കേശവൻ ചേട്ടൻ ഒന്ന് മാറിയെന്നേ. ശരി സാർ. സത്യം പറയടാ റാസ്കൽ. നീ പറയില്ലേ? സത്യം പറയടാ. എന്താടാ തെണ്ടി നോക്കി പഠിപ്പിക്കുന്നോ? സത്യം പറയാൻ. ഞാൻ നിന്നോടൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞില്ലേ, പണ്ട് നിന്റെ അപ്പ എന്നെ വെറുതെ തല്ലിയിട്ടുണ്ട്. മാതി തൂങ്ങിച്ചത്തന്ന് പാടിക്ക് വന്നപ്പോ. മാതി തൂങ്ങി മരിച്ചെന്നോ? എങ്ങനെ? അന്തപ്പ മോലാന്റെ മോന് ഗർഭമുണ്ടാക്കിയിട്ട് എന്നിട്ട് മാതി തൂങ്ങിച്ചത്ത്. അപ്പൊ സ്കൂൾ പോകാൻ പറഞ്ഞു, സ്കൂൾ പോയില്ല. അന്ന് സ്കൂളിൽ നിന്ന് ഉപ്മാവൊക്കെ കിട്ടും. അന്ന് ഞങ്ങളാരും പോകാതിരുന്നിട്ട് അതെനിക്ക് ഓർമ്മയില്ല. എനക്ക് ഓർമ്മയുണ്ട്, എനക്ക് നല്ല ബുദ്ധിയാണ്, എനക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഇവനെന്താടോ വാറുണ്ണിക്ക് പുട്ടുറുമീസിലുണ്ടാവനാണോ? ശാപം. അതെ സാർ, അവന്റെ വിചാരം നമ്മളൊക്കെ അവന്റെ കുടുംബക്കാരാണെന്ന്. ഹലോ, അതെ. ഓ ശരി ശരി. മേനക്കെടുത്താനായിട്ട്. എടോ, ആ പൈസയും സ്വർണം കിട്ടിയെന്ന് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന്. അവനെ പറഞ്ഞു വിട്ടേക്ക്. സർ. എന്താ ഇത്? സോറി സർ. യൂണിഫോം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ സർ. ഇവനേതാ? സർ, അതൊരു കളവ് കേസിൽ പിടിച്ചോണ്ട് വന്നതാ. സാധനം കിട്ടിയെന്ന് ഉടമസ്ഥർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ പറഞ്ഞു വിട്ടൂടെ? സർ. ഡോ, ഇയാളെ വെക്കോ. എനക്ക് വഴി അറിയില്ല തിരിച്ചു പോകാൻ. ആനിവിടെ നിന്നോളാം. എനക്ക് തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ആ, അതിന് നിനക്ക് വല്ല പണി അറിയോ? ആന് തേനെടുക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി കുറച്ച് തേനെടുത്തോണ്ടോ. എന്നാ ആന് പോയി കൊണ്ടുവരാ. അജ്ജോടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ചെല്ലേ. ഈ കേസാ ഞാനെന്ന് പറഞ്ഞില്ലേ, അന്ന് രണ്ടുപേരെ പ്രതികളായിട്ട്. അതാ വരുന്നു മാറണം. മറ്റേ ചെക്കനെവിടെ? ഞാൻ ഓൻ വന്നിട്ട് ഓൻ പറഞ്ഞിട്ട് വന്നത്. സാർ ഇവിടെ ഇല്ല, നീ പോയിട്ട് പിന്നെ വാ. ഞാൻ ഓൻ വന്നിട്ട് താനെ പോണത്. നീ അവിടെ എങ്ങനെ പോയിരിക്കെ. മറ്റേ ചെക്കൻ വന്നിട്ട് പോയാൽ മതി. ചെക്കൻ അവന്റെ മനുടേ, നീ തേനെടുത്ത് മാറ്റി വെച്ചേ. ഇതിപ്പോ വല്ലാത്തൊരു പോലീസ് ജീപ്പ്. എന്താടാ ഇവിടെ? സാർ, ഞങ്ങള് കുളിക്കാൻ വന്നതാ. ഇവിടെ നിന്ന് ശിർവാണിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാ? എടുക്ക്. சொல்லப்பா சொல்லு, என்ன புது விசேஷம்? സൗഖ്യമാ இருக்கு சார். அப்ப ஞாபகம் இருக்குல்லையே, ഈ ഫോൺ കോളിൽ ഏതാവത് ഇരിക്കില്ല? എനിക്ക് தெரியுமடா. சார் ஒரு நிமிஷம். சொல்லுங்க சார். சார், அது வந்து நம்ம பழைய வியாபாரம் கண்டினியூ பண்றதுக்கு 4 பசங்களை கிடைச்சிருக்கு. அவன் நம்ம கையில ஒதுங்கும். அவ வெளியில வரமாட்டா. எந்த தொந்தரவும் இல்லாம நான் பாத்துக்கிறேன். அட எங்க அப்பா, அப்படி ஆயிருந்தா பின்ன நினைக்கண்ணா. செலவு எண்டதாயிடும் சரி, அது நாளை எடுத்துக்கிறேன். അതിന് കിടക്കറ പണം പാതി പാതി. அது வந்து ஒரு சின்ன காரியம்.
பழைய மாதிரி அங்க வந்து தங்கிறது கஷ்டம். இப்ப வந்து பிசினஸ் எல்லாம் ரொம்ப தொந்தரவு. நீ வேலைக்கு முடிவது செய். எப்பதாவது டைம் கிடைச்சா நான் என்ஜாய் பண்ணறதுக்கு அங்க வரும். ஆ? ம். சார் ആ നീ വന്നോ ഉനാക്ക് തേൻ വേണമെന്ന് പറഞ്ഞിട്ട് നീ എങ്ക പോയിരുന്നാച്ച് എവനെ പറഞ്ഞു വിട്ടില്ലേടോ? എടോ ഇത് നോൺ ബെയിലബിൾ ഒഫൻസാ. സർ. എടോ ഇവൻ ആദിവാസിയാ, ഓ പീഡനത്തിനകത്താവേ. താൻ മാത്രമല്ല എല്ലാരും. ജാമ്യം ഇല്ലാത്ത വകുപ്പായത്. ആശൻ എവിടാന്ന് വെച്ചാ കൊണ്ടുവിടെ. ശരി സർ. ചോദിക്ക്. സർ വല്ല പ്രശ്നമുണ്ട് സർ? ഏയ് അതൊന്നുമല്ല. നമുക്ക് ചില കളികൾ ഇവിടെ കളിക്കണം. നിങ്ങൾക്കും ഗുണം ചെയ്യും. അതെന്താ സാർ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഫോൺ വെച്ചോ. ശരി സർ. ഇത് വേറൊരാളുടെ പേരിലുള്ള സിം കാർഡാ. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കും. നിങ്ങളുടെ സഹായത്തിന് ദേ ഇവനും ഉണ്ടാവും. മന്ദബുദ്ധി ആയതുകൊണ്ട് പറയുന്ന പണിയൊക്കെ ചെയ്തോളും. വേറെ ഉപദ്രവമില്ല. ഈ കോലത്തിൽ എങ്ങനെയാ സാറേ ഇയാളെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നത്? അത് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി. സാവധാനം നന്നായിക്കോളും. നീ എവിടെ പോന്നു? നിനക്ക് തിന്നാൻ ഇവര് തരും. ഇവരുടെ കൂടെ വന്നാ മതി കേട്ടോ. ശരി എന്നാ. ശരി സാർ. സാർ വരൂ, ഇരിക്കെ. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ഓക്കെ. നിങ്ങളും മരിച്ച അപർണയും തമ്മിൽ എത്ര നാളത്തെ ബന്ധമുണ്ട്? കുഞ്ഞുനാളെ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വളർന്നതും പഠിച്ചതും. ഉം. ജോലിക്ക് അപേക്ഷിച്ചതുവരെ ഒരുമിച്ചായിരുന്നു. ഉം. അവള് മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അപർണ ഒറ്റയ്ക്ക് പോകാൻ കാരണം? സാർ നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങി, നീ മാത്രം തിരിച്ചു വന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ സാർ, ഷോപ്പിംഗ് കഴിഞ്ഞ് അവള് നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത്. അപർണയ്ക്ക് ആരോടെങ്കിലും പ്രണയം? എന്റെ അറിവിലില്ല സാർ. ശരി, ഇപ്പൊ കുട്ടി പൊയ്ക്കോളൂ, ഞാൻ ഇനിയും വിളിപ്പിക്കും. ശരി സാർ.